السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹാന്മാരായിരുന്നു അവിടുത്തെ സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞാലും അതപ്പടി സ്വീകരിച്ചിരുന്ന മഹാന്മാരായിരുന്നു സഹാബാക്കൾ. ഭാവിയിൽ ഒരു കാര്യം നടക്കുമെന്ന് റസൂലുള്ള പറഞ്ഞാൽ അതൊരിക്കലും നടക്കാതിരിക്കില്ല എന്ന് സഹാബത്തിന് നന്നായി അറിയാമായിരുന്നു. കാരണം റസൂലുള്ള പറയുന്ന കാര്യങ്ങൾ മുഴുവനും വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഹേച്ഛക്കൊത്ത് സംസാരിക്കുന്ന ആളല്ല. റസൂലുള്ള സംസാരിക്കുമ്പോൾ അത് വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നന്നായി മനസ്സിലാക്കിയ സഹാബാക്കൾ റസൂലുള്ളാഹിൻ്റെ പ്രവചനത്തെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാം. റസൂലുള്ള എന്ത് പ്രവചിച്ചാലും അതൊരിക്കലും സംഭവിക്കാതിരിക്കില്ല എന്ന് സഹാബത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു 10ഓളം സഹാബാക്കൾ ഇരിക്കുന്നൊരു സദസ്സിൽ വെച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ അവസാനമായി മരിക്കുന്ന ആള് തീയിൽ വീണുകൊണ്ടായിരിക്കും മരിക്കുക എന്ന്. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ആകെ പേടിച്ച് വിറച്ച് ആകെ ബേജാറായി. ആരായിരിക്കും അല്ലാഹുവേ ആ തീയിൽ വീണുകൊണ്ട് മരിക്കുന്ന ആള്? പ്രഖ്യാപിച്ച റസൂലുള്ളാഹിയാണ്, അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കാതിരിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന സഹാബാക്കൾക്ക് അതിലൊട്ടും സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു. റസൂലുള്ളാഹിൻ്റെ ആ പ്രവചനം കഴിഞ്ഞിട്ട് 40ഓളം വർഷം കഴിഞ്ഞു. ആ കൂട്ടത്തിൽ പലരും വഫാത്തായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സുംറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഈ 3 മഹാന്മാർ മാത്രമേ പിന്നെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 10 മഹാന്മാരിൽ 7 പേരും വഫാത്തായി കഴിഞ്ഞിരുന്നു. ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവും ഒരു ദിവസം വഫാത്തായി. ഇനി ബാക്കിയുള്ളത് ആരാണ്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും സുംറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹുമാണ്. ചരിത്രത്തിൽ കാണാം, അബൂ ഹുറൈറ തങ്ങളോട് ആരെങ്കിലും പോയി പറഞ്ഞാൽ എന്ത് സുംറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ടുണ്ട് എന്ന് ആരെങ്കിലും തമാശക്കെങ്കിലും ഒരാൾ പോയി പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ടി വീഴുമായിരുന്നു. കാരണം 40 വർഷമായി റസൂലുള്ളാഹിൻ്റെ പ്രവചനം നടന്നിട്ട്, എന്നാലും റസൂലുള്ള പറഞ്ഞതൊരിക്കലും തെറ്റിപ്പോവുകയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ടി വീഴുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. ഇനി ബാക്കിയുള്ളത് സുംറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ പ്രവചനം നടന്നിട്ട് 40ഓളം കൊല്ലം കഴിഞ്ഞിട്ട് ആ വലിയ സംഭവം സംഭവിക്കാൻ പോവുകയാണ്. സുംറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി, നല്ല തണുപ്പുള്ള രാത്രി, മരം കോച്ചുന്ന തണുപ്പ്, നല്ല തണുപ്പുള്ള രാത്രി, വീടിൻ്റെ പുറത്ത് വെച്ച് തീ കായുകയാണ്. നല്ല തണുപ്പുള്ള രാത്രി തീ കത്തിച്ചുകൊണ്ട് തീയിൻ്റെ ചൂടിങ്ങനെ ശരീരത്തിനേൽപ്പിക്കുകയാണ്, തീ കായുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് പെട്ടെന്ന് അവസ്മാരം പോലെ എന്തോ ഒന്ന് ഉണ്ടാവുകയും അങ്ങനെ തന്നെ ആ തീയിലേക്ക് മറിഞ്ഞു വീണ് ബഹുമാനപ്പെട്ടവർ കത്തിക്കരിഞ്ഞ് അതാ ബഹുമാനപ്പെട്ടവരുടെ ബോഡി പിറ്റേന്ന് രാവിലെയാണ് കുടുംബാംഗങ്ങൾ കാണുന്നത്. ബഹുമാനപ്പെട്ടവർ ആ തീയിൽ വെച്ച് തന്നെ വഫാത്താവുകയാണ്.
തീയിൽ വീണുകൊണ്ട് മരിച്ചാൽ ശുഹദായിൻ്റെ പദവിയിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ശുഹദായിൻ്റെ റസൂൽ എണ്ണിയിട്ടുണ്ട്. വൈറസ് സംബന്ധമായ അസുഖം കൊണ്ട് മരണപ്പെടുന്ന ആൾ ഷഹീദിൻ്റെ പട്ടികയിലാണ്. അതുപോലെ വാഹനാപകടത്തിൽ മരണപ്പെടുന്ന ആളുകൾ, തീയിൽ വീണ് മരിക്കുന്ന ആളുകൾ, ബിൽഡിംഗ് വീണ് കൊണ്ട് അതിൻ്റെ ഉള്ളിലകപ്പെട്ട് മരിക്കുന്ന ആളുകൾ, അവരൊക്കെയും ശുഹദായിൻ്റെ പട്ടികയിലാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും സുമ്രത്തുൽ ജുന്ദുബ് റളിയല്ലാഹു അൻഹു റസൂൽ 40 കൊല്ലം മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. സുമ്രത്തുൽ ജുന്ദുബ് റളിയല്ലാഹു അൻഹു തീയിൽ വീണുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു വഫാത്താവുകയാണ്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, റസൂലുള്ളാഹിൻ്റെ പ്രവചനം എത്ര വർഷം കഴിഞ്ഞാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനിരിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ ഇനിയും ലോകത്ത് സംഭവിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ സുന്നത്ത്, ആ സുന്നത്തനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.